30 സ്റ്റോക്കുകൾ അടങ്ങിയ ഈ പരമ്പരയിലെ 17ാമത്തെയും 18ാമത്തെയും ഓഹരികളെ നമുക്ക് പരിചയപ്പെടാം. ഈ എപ്പിസോഡിൽ ഓട്ടോ സെക്ടറിലെ 2 മികച്ച ഓഹരികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ രണ്ടും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെന്നൈ ആസ്ഥാനമായുള്ളതാണ്. ആദ്യത്തേത് എല്ലാവർക്കും സുപരിചിതമായ കമ്പനി തന്നെയാണ്. പ്രസിദ്ധമായ TVS ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ TVS മോട്ടോഴ്സ് ലിമിറ്റഡ് ആണ് ഈ കമ്പനി. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോട്ടോർ സൈക്കിളുകൾ, സ്കൂട്ടറുകൾ, 3 വീലറുകൾ എന്നിവ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് TVS മോട്ടോർ കമ്പനി. ഇന്ത്യയിലെ 3ാമത്തെ വലിയ മോട്ടോർ സൈക്കിൾ കമ്പനിയാണ് TVS. 60ലധികം രാജ്യങ്ങളിലേക്ക് ഇരുചക്രവാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന TVS മോട്ടോർ കമ്പനി ഇരുചക്രവാഹന കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള കമ്പനിയാണ്. 17ലധികം ഇരുചക്രവാഹനങ്ങളുടെ ശ്രേണിയാണ് നിലവിൽ TVSനുള്ളത്. കൂടാതെ മുച്ചക്രവാഹനമായ ഓട്ടോയിലെ TVS കിങ് എന്ന മോഡലും ഈ കമ്പനിയുടെ ഉൽപ്പന്നമാണ്. TVS ജൂപ്പിറ്റർ 125, TVS ജൂപ്പിറ്റർ, TVS എൻടോർക്ക്, TVS സെസ്റ്റ്, TVS സ്കൂട്ടി പെപ്പ് പ്ലസ് എന്നീ മോഡലുകൾ സ്കൂട്ടർ ശ്രേണിയിലും മോട്ടോർ സൈക്കിളുകളിൽ തരംഗമായി മാറിയ അപ്പാച്ചെ സീരീസിന് കീഴിൽ വരുന്ന അപ്പാച്ചെ RTR 3 ടൺ, അപ്പാച്ചെ RR 3 ടൺ, TVS അപ്പാച്ചെ RTR സീരീസ്, അപ്പാച്ചെ RTR 165 RP, കൂടാതെ TVS റോണിൻ, TVS റൈഡർ, TVS റേഡിയോൺ, TVS സ്റ്റാർ സിറ്റി പ്ലസ്, TVS സ്പോട്ട് തുടങ്ങിയ വിപുലമായ ഉൽപ്പന്ന ശ്രേണിയാണ് മോട്ടോർ സൈക്കിളുകൾക്ക് കീഴിൽ വരുന്നത്. മോപ്പഡുകളിൽ വളരെ പ്രസിദ്ധമാണ് TVS XL100. ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് കീഴിൽ കമ്പനി പുറത്തിറക്കിയ TVS X, TVS iQube എന്നിവ ഇതിനോടകം തന്നെ ജനപ്രിയമായി കഴിഞ്ഞു. ഇനി ഈ ഓഹരിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രകടനം നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 343.18% ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തത്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 1,02,196 കോടിയാണ്. PE റേഷ്യോ 62.46%. ഓഹരിയുടെ നിലവിലെ വില 2,150.55, ഒരു വർഷത്തെ ഉയർന്ന വില 2,313.45, താഴ്ന്ന വില 1,080.5. ഓരോ വർഷം കഴിയുന്തോറും സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും മികച്ച വളർച്ചയാണ് നേടുന്നത്. കുതിച്ചുയരുന്ന നെറ്റ് പ്രോഫിറ്റും EPS ഗ്രോത്തും ഈ കമ്പനിക്ക് പ്രതീക്ഷ നൽകുന്നു. എക്കാലത്തും ഇരുചക്രവാഹന വിപണിയിൽ ഡിമാൻഡുള്ള ബ്രാൻഡാണ് TVS മോട്ടോർ. ഓരോ തകർച്ചയിലും വാങ്ങി ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാവുന്ന മികച്ച ഓഹരിയാണ് TVS മോട്ടോഴ്സ്. അടുത്തത് 18ാമത്തെ ഓഹരിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസിദ്ധമായ മുരുഗപ്പ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ഈ കമ്പനി. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി വിവിധ ആവശ്യങ്ങൾക്കുള്ള സ്റ്റീൽ ട്യൂബുകൾ, സ്ട്രിപ്പുകൾ, ഇൻഡസ്ട്രിയൽ ചെയിനുകൾ, കാർ ഡോറുകൾ, ബൈസൈക്കിളുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നു. ഈ കമ്പനി 1949 UK-യിലെ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് TI സൈക്കിൾസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഇന്നത്തെ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചു. ഈ കമ്പനിയുടെ പ്രധാന ഡിവിഷനുകൾ TI സൈക്കിൾസ് ഓഫ് ഇന്ത്യ, BSA മോട്ടോഴ്സ്, ട്യൂബ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ, TI ഡയമണ്ട് ചെയിൻസ്, TI മെറ്റൽ ഫോമിംഗ്, ശാന്തി ഗിയേഴ്സ്, TI TMT മാച്ചോ എന്നിവയാണ്. TI സൈക്കിൾസ് ഓഫ് ഇന്ത്യ എന്ന ബ്രാൻഡിൻ്റെ കീഴിൽ ഇവർ നിർമ്മിക്കുന്ന സൈക്കിളുകൾ ലോക പ്രശസ്തി ആർജിച്ചതാണ്. നമുക്ക് സുപരിചിതമായ പേരുകളാണ് ഇവയിൽ പലതും. TI സൈക്കിൾസ്, BSA, ഹെർക്കുലീസ്, ഫിലിപ്സ് സൈക്കിൾസ്, ട്രാക്ക് ആൻഡ് ട്രെയിൽ, മോൺട്ര ഇലക്ട്രിക് തുടങ്ങിയവയെല്ലാം ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്. കൂടാതെ ട്യൂബ്സ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വിവിധ തരത്തിലുള്ള സ്റ്റീൽ ട്യൂബുകൾ, ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് ട്യൂബുകൾ, കോൾ ഡ്രോൺ വെൽഡഡ് ട്യൂബുകൾ എന്നിവ നിർമ്മിക്കുന്നു. TI ഡയമണ്ട് ചെയിൻസിന് കീഴിൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയൽ ചെയിനുകളും, TI മെറ്റൽ ഫോമിങ്ങിന് കീഴിൽ കാർ ഡോർ ഫ്രെയിം,
ഗ്ലാസ് സെപ്പറേറ്റർ ചാനലുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡോർ ഗൈഡ് റെയിലുകൾ, വിൻഡോ ചാനലുകൾ, സൈഡ് ഇമ്പാക്റ്റ് ബീമുകൾ, സ്റ്റാർട്ടർ മോട്ടോറിനുള്ള കേസിംഗ്, റെയിൽവേ വാഗണുകൾക്കും കോച്ചുകൾക്കുമായി മറ്റനേകം അനുബന്ധ ഘടകങ്ങൾ എന്നിവയും നിർമ്മിക്കുന്നു. TI ക്ലീൻ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ വിപ്ലവകരമായ ഇലക്ട്രിക് 3 വീലർ വാഹനമായ സൂപ്പർ ഓട്ടോ അനാവരണം ചെയ്യുന്നതിനായി അവതരിപ്പിച്ച ഒരു 3 വീലർ ബ്രാൻഡാണ് മോൺട്ര ഇലക്ട്രിക്. പാസഞ്ചർ ഓട്ടോ, കാർഗോ വിഭാഗങ്ങളിൽ ഇലക്ട്രിക് 3 വീലറുകൾ മോൺട്ര ഇലക്ട്രിക് എന്ന പേരിൽ ഈ കമ്പനി പുറത്തിറക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമാണ് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യക്കുള്ളത്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാവുന്ന ഒന്നാന്തരം ഓഹരികളാണ് ഇവ രണ്ടും. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രകടനം നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 858.63% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 3769.8 രൂപയാണ്. ഒരു വർഷത്തെ ഉയർന്ന വില 4120 രൂപയ്ക്കടുത്തും താഴ്ന്ന വില 2485 രൂപയുമാണ്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 72,908 കോടിയാണ്. PE റേഷ്യോ 55.18%. കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ വരുമാന വളർച്ചയും പ്രവർത്തന ലാഭവും കുതിച്ചുയരുന്നു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തിലും EPS ഗ്രോത്തിലും മികച്ച വളർച്ചയാണ് ഈ ഓഹരിയിൽ കാണുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ മാറിവരുന്ന ജീവിതശൈലിയും യുവതലമുറയുടെ ശക്തിയും ഈ കമ്പനികൾക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാണ്. ഒരു കാലത്ത് 100ലും 200 രൂപയ്ക്കടുത്തുമെല്ലാം ട്രേഡ് ചെയ്തിരുന്ന ഓഹരികളാണ് ഇതുപോലെ മികച്ച കമ്പനികൾ ആയിട്ടുള്ള പലതും. അതുകൊണ്ട് തന്നെ വിപണിയിൽ വീണു കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഇതുപോലത്തെ മികച്ച കമ്പനികൾ കണ്ടെത്തി ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക എന്നതാണ് മികച്ച നിക്ഷേപ തന്ത്രം. അടുത്ത വീഡിയോയിൽ മറ്റ് 2 ഓഹരികളെ പരിചയപ്പെടാം. ഓഹരികൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുക എന്നത് മാത്രമല്ല, തിരഞ്ഞെടുക്കുന്ന കമ്പനികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവയുടെ പ്രവർത്തനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ഭാവിയിൽ ഉണ്ടാവാനുള്ള വളർച്ചാ സാധ്യത തുടങ്ങിയവയെല്ലാം ഒരു നിക്ഷേപകൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഏത് ഓഹരികളെ പരിചയപ്പെടുത്തുമ്പോഴും അതാത് കമ്പനികളുടെ വിശദാംശങ്ങളും കഴിഞ്ഞകാല പ്രകടനവും എല്ലാം വിശദമായി വിവരിക്കുന്നത്. ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന ഓഹരികളെയും മറ്റും വെറും നിക്ഷേപത്തിനായി മാത്രം കാണാതെ അതാത് കമ്പനിയുമായി ബന്ധപ്പെട്ട പൊതു അറിവുകളും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.